റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 12-ഉം 21-ഉം, 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യവും, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യവും. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമ ആലയത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വെളിപ്പെടുന്ന ഒരു ദൈവ തേജസ് ഉണ്ട്. നമുക്കറിയാം, ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ 3 അതേ ചിന്താഗതിയാണ് അവിടെയുള്ള ജനത്തിനുള്ളത്. കാരണം 3 പ്ലേസേ ഉണ്ട്. 1 പ്രാകാരം, 2 വിശുദ്ധ സ്ഥലം, 3 അതിപരിശുദ്ധ സ്ഥലം. എന്നാൽ ഈ 2 പ്രതലങ്ങളിലുള്ളവർക്കും വലിയ ടെൻഷനൊന്നുമില്ല. അവർക്കറിയാം അവരുടെ ശുശ്രൂഷ നോർമലായി നടക്കും. കാരണം തേജസ് ഇറങ്ങിയാലും തേജസ് ഇറങ്ങിയില്ലെങ്കിലും പ്രാകാരത്തിൽ നിൽക്കുന്ന യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവനെ കൊണ്ടുവരുന്ന യാഗമൃഗത്തെ പുരോഹിതന്റെ കയ്യിൽ കൈമാറുന്നതോ കാര്യങ്ങൾ നടക്കുന്നതിനോ മറ്റ് തടസ്സമൊന്നുമില്ല. കാരണം രാവിലെ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചുയരുന്ന സൂര്യൻ്റെ പൊൻകിരണങ്ങൾ ഈ പ്രാകാരത്തിൽ ഉള്ളത് കൊണ്ട് അവന് വെളിച്ചമുണ്ട്, അവൻ്റെ കാര്യങ്ങൾ നടക്കും. എന്നാൽ വിശുദ്ധ സ്ഥലത്തേക്ക് കയറുന്ന പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ കുഴപ്പമില്ല. കാരണം പുള്ളി കത്തിച്ചു വെച്ചൊരു വിളക്ക് അവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ പ്രകാശത്തിൽ അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയും നടക്കും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്തർമന്ദിരത്തിലേക്ക്, അകത്തളത്തിലേക്ക്, കുറച്ചുകൂടെ തമ്പുരാന്റെ സാന്നിധ്യത്തിലേക്ക് കയറി ചെല്ലുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതേ തലേ രാത്രിയിൽ അങ്ങനെ പെട്ടെന്നൊന്നും ഉറങ്ങത്തില്ല. പുള്ളി ഇങ്ങനെ ജാഗരിച്ചുകൊണ്ടിരിക്കുക. ഉള്ളിലൊന്ന് കത്തിക്കേറുന്നുണ്ട്. എന്താണെന്നറിയാമോ? സൂര്യൻ്റെ പ്രകാശം പുള്ളിക്കില്ല. അല്ലെങ്കിൽ താൻ കത്തിച്ചു വെക്കുന്നൊരു വിളക്കിൻ്റെ പ്രകാശവും തനിക്കില്ല. തനിക്കൊറ്റ പ്രകാശമേ ഉള്ളൂ. അതേതാന്ന് ചോദിച്ചാൽ ഷെയ്ക്കേന ഉയരത്തിൽ നിന്ന് ഇറങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. 1 മിനിറ്റ് നിൽക്കണമെങ്കിൽ ഉയരത്തിൽ നിന്ന് ഷെയ്ക്കേന ഇറങ്ങി വരണം. ഉയരത്തിൽ നിന്ന് തേജസ് ഇറങ്ങണം. ഇന്ന് രാത്രിയിലും ഈ സമൂഹത്തെ നോക്കി ഞാൻ പറയുന്നു, ഇതിനകത്ത് അങ്ങനെ ചിന്തിക്കുന്ന ചിലതൊക്കെ ഉണ്ട്. ജീവിക്കണമെങ്കിൽ ഉയരത്തിൽ നിന്ന് ചിലത് ഇറങ്ങി വരണം. ഗ്ലോറി, ഹല്ലേലൂയ. ആ മനുഷ്യൻ ജാഗരിക്കുക. രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ജാഗരിക്കുക. അവന്റെ ഉള്ളു ചലിച്ചോണ്ടിരിക്കുക. ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവേ ഹല്ലേലൂയ, തേജസ് ഇറങ്ങിയാൽ എന്നാ, ഇറങ്ങിയില്ല എന്നാ, എന്റെ കാര്യം നടക്കുമെന്നല്ല അവൻ ഒറ്റ ചിന്തയേ ഉള്ളൂ. ഹല്ലേലൂയ, തേജസ് ഇറങ്ങിയേ പറ്റൂ. തേജസ് ഇറങ്ങിയില്ലെങ്കിൽ എന്റെ കാര്യം അതേ പോക്കാണ്. 1 മിനിറ്റ് പിടിച്ചു നിൽക്കണമെങ്കിൽ, ഒന്ന് കുടുംബജീവിതം ചെയ്യണമെങ്കിൽ, എന്റെ കുഞ്ഞുങ്ങളെ വളർത്തണമെങ്കിൽ, എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, എന്റെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ആ ദൈവകൃപ വ്യാപരിച്ചേ പറ്റൂ. ഇന്ന് രാത്രി അങ്ങനെയുള്ളവർ ദൈവത്തിന് സ്തുതിച്ചോണം. ഈ രാത്രി ഇതിനകത്ത് കടശി രാത്രി യോഗമല്ലേ? ഇതിനകത്ത് തമ്പുരാന് ചിലതൊക്കെ ചെയ്യാനുണ്ട്, ചിലതിനെയൊക്കെ നിറയ്ക്കാനുണ്ട്, ചിലതിൻ്റെയൊക്കെ ഭയമഴിക്കാനുണ്ട്, ദൈവപ്രവൃത്തിയുടെ മഹത്വം വെളിപ്പെടുത്താനുണ്ട്. എനിക്ക് ലഭിക്കപ്പെട്ട വിഷയം എന്താണ്? 1-ാം ആദമിൽ നഷ്ടപ്പെട്ട ദൈവ തേജസ് ഒടുക്കത്തെ ആദമിലൂടെ ലഭിക്കപ്പെടുന്നു. അതാണ് ഇന്ന് രാത്രി ഞാൻ എനിക്കായി ലഭിക്കപ്പെട്ടതായ ഹല്ലേലൂയ വിഷയം. നമുക്കറിയാം, 1-ാമത്തെ ആദം ഹല്ലേലൂയ നിലത്തിലെ പൊടി കൊണ്ടാണ് ആദമിനെ ഉണ്ടാക്കിയത്. എല്ലാം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ വർണ്ണമുള്ളതും ഭംഗിയുള്ളതും മനോഹരതയുള്ളതും ഹല്ലേലൂയ എത്ര സൗന്ദര്യപൂർണമായ ഈ ജീവജാലങ്ങളൊക്കെ ഹല്ലേലൂയ ആടുന്ന മയിലും പാടുന്ന കുയിലും ചാടുന്ന മാനും എന്ന് വേണ്ട ഇഴയുന്ന പഴുതാരയും എല്ലാം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ കരയിലും കടലിലും ഹല്ലേലൂയ വെള്ളത്തിലും കാട്ടിലുമുള്ള സകല ജീവജാലങ്ങളും ഉണ്ടാകുമ്പോൾ ഹല്ലേലൂയ
മനുഷ്യനെ തമ്പുരാൻ തൻ്റെ കരം കൊണ്ടുണ്ടാക്കുകയാ. ഹല്ലേലൂയ. അവനെ ഒരു ഹല്ലേലൂയ ഉണ്ടാക്കി നിർത്തിയത് മാത്രമല്ല, ഹല്ലേലൂയ അങ്ങോട്ട് അടുത്തോട്ട് ചെന്നിട്ട് തമ്പുരാൻ തൻ്റെ തിരുവ ആ മണ്ണാകുന്ന മൂക്കിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവച്ചിട്ട് ഒന്ന് ഊതുകയാ. എന്നാ തമ്പുരാനെ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഇത്രയും ഉണ്ടാക്കിയിട്ട് എന്നാ അങ്ങ ഹല്ലേലൂയ ഈ വ്യക്തിത്വത്തെ ഇങ്ങനെ ഉണ്ടാക്കുന്നത്? അതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്താ? ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. മറ്റൊന്നുമല്ല. ഹല്ലേലൂയ എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ഒരുവൻ ഉണ്ടായിരുന്നു. അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞും ഹല്ലേലൂയ അപ്പൻ്റെ ഹൃദയത്തിലാണ്. അമ്മ ഉദരത്തിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് 9 മാസവും 9 നാഴികയും 9 വിനാഴികയും ഉദരത്തിൽ ഒരമ്മ ചുമക്കുമ്പോൾ അത്രയും കാലം ഒരപ്പൻ ഹൃദയത്തിൽ ചുമക്കുന്നത് പോലെ ഹൃദയത്തിൽ ഇരുന്നവന് വേണ്ടി ഉണ്ടാക്കിയിട്ട് എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വന്തം കൈ കൊണ്ടവനെ ഉണ്ടാക്കി. അതുകൊണ്ട് ലൂക്കോസ് ഹല്ലേലൂയ ഒന്നാമത്തെ ആദം തുടങ്ങി ഹല്ലേലൂയ ഒടുക്കത്തെ ആദമായ ക്രിസ്തു വരെയുള്ള ഹല്ലേലൂയ ഒരു വംശാവലി എഴുതുമ്പോൾ ഹല്ലേലൂയ ലൂക്കോസിന്റെ സുവിശേഷം അതേ 3-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 23-ാമത്തെ വാക്യം മുതൽ 38-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ 38 പറയുന്നു, ഏനോ സേത്തിന്റെ മകൻ, സേത്ത് ആദമിന്റെ മകൻ, ആദം ദൈവത്തിന്റെ മകൻ. എന്തുകൊണ്ടാ ആദമിന്റെ മേൽ തേജസ് ഇറങ്ങിയത്? 2 കാലം നിന്നത് കൊണ്ടല്ല, മറിച്ച് ആദം എന്ന കൂടാരത്തിനകത്തിരിക്കുന്നത് ഒരു സാധാ മണ്ഡലമല്ല, സാക്ഷാൽ ദൈവത്തിന്റെ അത് പുത്രത്വമാണ് ആദമിന്റെ അകത്തിരിക്കുന്നത്. Praise the Lord. തേജസ് മൂടിയാൻ കാരണം ഇവൻ ദൈവത്തിന്റെ മകനാണ്. അപ്പന്റെ മേലുള്ള പവർ, അപ്പന്റെ മേലുള്ള അധികാരം, അപ്പന്റെ മേലുള്ള ദൈവ തേജസ് അപ്പനെ പ്രകാശിപ്പിക്കുന്നത് പോലെ ഈ മകന്റെ മേലെ പുത്രത്വ നിമിത്തം ഈ തേജസ് പ്രകാശിച്ചെങ്കിൽ പ്രിയമുള്ളവരെ, മകനാകാൻ അല്ലെങ്കിൽ അപ്പൻ്റെ ഹൈറ്റും അപ്പൻ്റെ മുഖവും അപ്പൻ്റെ നിറവും നോക്കിയല്ല മകനെ തീരുമാനിക്കുന്നത്. 2 പേരും ഒരുപോലെ ഇരിക്കുന്നല്ലോ, 2 പേർക്കും ഒരേ ഹൈറ്റ് ഇങ്ങനല്ല തീരുമാനിക്കുന്നത്. അപ്പനും മകനുമാകണമെങ്കിൽ അവരുടെ അകത്തുള്ള ഘടകങ്ങൾ ഒന്നായിരിക്കണം. അല്ലെങ്കിൽ അതൊന്നാകണമെങ്കിൽ അപ്പന്റെ ഒരു സ്പർശനം ഈ മകന്റെ മേൽ വരണം. അതിനാണ് മകനാകാൻ ആ മൂക്കിലേക്ക് ആ തിരുവാ കൊണ്ടുവച്ച് ഊതിയത്. എന്തിനാന്നറിയാമോ? അപ്പന്റെ അകത്തുനിന്നൊന്ന് ഇവന്റെ അകത്ത് കയറിയിട്ട് ഇവൻ എൻ്റെ സന്തതിയാണ്. ഇന്നു രാത്രി മനുഷ്യനെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മൃഗത്തിന് തുല്യനല്ല, ഒരു ജീവജാലമല്ല, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. തിരിച്ചറിയണം ആരാണ് ഇരിക്കുന്നവരാരാണ്, തിരിച്ചറിയണം. എന്തുകൊണ്ട് തേജസ് പ്രാപിക്കാൻ ഇരിക്കുന്നത്? അതിനൊരു വാഗ്ദത്തമുണ്ട്, അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ മക്കൾ എന്ന ഒരു സൃഷ്ടിപ്പാണ്. ഹല്ലേലൂയ. ഈ പിശാചിനെ അതാ പിടിക്കാനേ. കാരണം പുള്ളി ദൈവത്തിൻ്റെ അടുത്തിരുന്ന പുള്ളിയല്ലേ. ആ സ്ഥാനത്തേക്കാൾ കവർ ചെയ്ത ഒരാൾ കയറി വരുന്നു എന്ന് പറഞ്ഞത് പുള്ളിക്ക് പിടിച്ചില്ല. അതുകൊണ്ടാണ് കൽപ്പനാ ലംഘനത്താൽ ഹല്ലേലൂയ റോമാലേഖനം 5-ാം അധ്യായം പറയുന്നു, ഏകന്റെ ഹല്ലേലൂയ അനുസരണക്കേടിനാൽ നമ്മൾ പാപികളായി തീർന്നു. ഏകന്റെ പാപത്താൽ നമ്മുടെ മേൽ മരണം വാണു. ഗ്ലോറി. ഹല്ലേലൂയ. ഏകന്റെ അതേ ജീവനായി ദൈവത്തിന്റെ നിത്യജീവൻ വ്യാപരിച്ച, ജീവന് വേണ്ടി വ്യാപരിച്ച മനുഷ്യന്റെ മേൽ മരണം വ്യാപരിക്കാൻ കാരണം ഹല്ലേലൂയ ഏകന്റെ ലംഘനത്താൽ പ്രൈസ് ദി ലോർഡ് മരണം അവന്റെ മേൽ വാഴുവാനിടയായി.
ഇരയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ആദം ഏകന്റെ ലംഘനത്താൽ ഹല്ലേലൂയ ഒന്നാമത്തെ ആദം നഷ്ടപ്പെട്ടു. പ്രൈസ് എന്തിറങ്ങിയെന്നറിയാമോ? അല്ലെങ്കിൽ ഒന്നാം ഡേയിൽ നാം കേട്ടതാണ്, അവിടെ ഇറങ്ങി വന്നത് ശാപമാണ്. ഹല്ലേലൂയ. എല്ലാവരെയും ശപിച്ചു കേട്ടോ. ഹല്ലേലൂയ. ഹവ്വായെ ശപിച്ചു ഒന്നാം പ്രതിയ, ആദമിനെ ശപിച്ചു രണ്ടാം പ്രതിയ, പാമ്പിനെ ശപിച്ചു പ്രധാന പ്രതിയാണ്. എന്നാൽ പ്രതി അല്ലാത്തൊരാൾ ശപിക്കപ്പെട്ടു. ഹല്ലേലൂയ. തമ്പുരാൻ പറഞ്ഞു, അതേ പുത്രത്വം പോയി കഴിഞ്ഞപ്പോൾ, പുത്രത്വം ഇറങ്ങിയപ്പോൾ അവൻ നിന്നടം അനുഗ്രഹിക്കപ്പെട്ടു. അവൻ നിന്നടം മഹത്വപൂർണമായിരുന്നു. അവൻ തേജസ്സിൽ നിന്നപ്പോൾ അവൻ നിന്നടം അനുഗ്രഹിക്കപ്പെട്ട ബ്ലെസ്സിംഗ് പ്ലേസ് ആയിരുന്നു. എന്നാൽ അവന്റെ അകത്തുനിന്ന് പുത്രത്വം പോയപ്പോൾ അനുഗ്രഹമായിരുന്ന സ്ഥലത്തെ നോക്കി പറഞ്ഞു, ഇനിയും ഇവിടെ മുള്ളും അതേ പറക്കാലയും ഹല്ലേലൂയ മുളയ്ക്കും. അപ്പൊ അവന്റെ അകത്തുനിന്ന് തേജസ് പോയപ്പോൾ ഹല്ലേലൂയ അവിടെ ഇറങ്ങി വന്ന ശാപം മുള്ളും പറക്കാലയും മുളയ്ക്കുമെന്നാണ്. ദൈവത്തിന് സ്തോത്രം. നാം ആ ചെയിൻ ഒന്ന് പഠിച്ചാലുണ്ടല്ലോ, 23 നാം കാണുന്നത്. 23 അതേ ലൂക്കോസിന്റെ സുവിശേഷം ഹല്ലേലൂയ 3-ാം ഇങ്ങനെ പറയുന്നു, യേശു താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ അവൻ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസേപ്പിന്റെ മകനെന്ന് ജനം വിചാരിച്ചു. നോക്കിക്കേ, വിചാരിച്ചു എന്നാ എഴുതിയിരിക്കുന്നത്, യോസേപ്പിന്റെ മകനെന്നല്ല എഴുതിയിരിക്കുന്നത്. എന്താ യോസഫ് ആരുടെ മകനാന്ന് ഒരു സംശയമില്ല, അറിയാം. യോസഫ് ഇന്നാടെ മകൻ, ഇന്നാടെ മകൻ. ബാക്കിലേക്ക് വരുമ്പോ ഒരു സംശയവും ഇല്ല. പക്ഷെ യേശുവിന്റെ കാര്യത്തിൽ എന്നാ സംശയം വന്നേ? ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം വരെ നിങ്ങൾ യോസഫ് തന്നെ മോനെന്നല്ലേ പറഞ്ഞേ, മറിയ കൊച്ചമ്മയുടെ മോനെന്നല്ലേ പറഞ്ഞേ. എന്നാ നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയത്? ഇല്ലില്ല. അല്പം മുമ്പ് 21-ാമത്തെ വാക്യത്തിൽ ഒരു പ്രഖ്യാപനം നടന്നു. അതെവിടെയാണെന്നറിയാമോ? യോർദാന്റെ കരയിൽ, യോർദാനിൽ ഇറങ്ങി ഹല്ലേലൂയ യോഹന്നാന്റെ കൈക്കീഴിൽ അതേ സ്നാനമേറ്റെഴുന്നേൽക്കുമ്പോൾ ലോകത്തിന് മർമ്മമായിരുന്നതും ഹല്ലേലൂയ ആർക്കും വെളിപ്പെടാതിരുന്നതുമായ ഒരു സത്യം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്താണെന്നറിയാമോ? നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഈ മുങ്ങിക്കേറി വരുന്നത് യോസഫച്ചാന്റെ മോനല്ല, ഇത് മറിയയുടെ മോനല്ല. ഇവൻ എന്റെ പ്രിയ, ഹല്ലേലൂയ, ഇവൻ എന്റെ പ്രിയപുത്രൻ. അങ്ങനെയെങ്കിൽ ദൈവപുത്രനെ സ്വർഗം തുറന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഇവിടെ ഭയപ്പെട്ടു. ആര് ഭയപ്പെട്ടു? ഹല്ലേലൂയ. പിശാചിന്റെ കോട്ട ഭയപ്പെട്ടു. ഗ്ലോറി ഹല്ലേലൂയ. സാത്താന്യ രാജ്യം ഭയപ്പെട്ടു. ഇന്ന് രാത്രി ഇതിനകത്ത് തേജസ് പ്രാപിച്ച് ദൈവമക്കൾ എഴുന്നേറ്റാൽ ഇവിടെ ചില കോട്ടകൾ ഭയപ്പെടും. ഗ്ലോറി ഹല്ലേലൂയ. നീ ഒരു വിശ്വാസിയായിരുന്നാൽ ഹല്ലേലൂയ നിനക്ക് ഭയം വരില്ല. ഇന്ന് രാത്രി തേജസ് പ്രാപിച്ച് ദൈവ പൈതലായി ഇതിന്റെ നടുവിൽ എഴുന്നേറ്റാൽ ഇന്ന് രാത്രി ചില കോട്ടകൾ ഭയപ്പെടുന്ന രാത്രിയാണ്. അതുകൊണ്ടാ യേശു കയറി വന്നപ്പോൾ മഹാപുരോഹിതനല്ല സ്വീകരിക്കാൻ വന്നത്, പുരോഹിതന്മാരല്ല സ്വീകരിക്കാൻ വന്നത്, ഒരു യഹൂദനുമല്ല സ്വീകരിക്കാൻ വന്നത്. ഏത് പുള്ളിയാ സ്വീകരിക്കാൻ വന്നതെന്നറിയാമോ? 4-ാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ ഹല്ലേലൂയ ഒരു കല്ലും എടുത്തോണ്ട് ഒരു പുള്ളി വരിക. ആരാന്നറിയാമോ? പിശാച്. അവന് മനസ്സിലായി ഹല്ലേലൂയ ഒരിക്കലൊരുവനെ ഞാൻ തകർത്തതാണ്, ഏദൻ പറുദീസയിൽ ഉടച്ചതാണ്. അത് അടുത്തവൻ കേറി വരുന്നു, അടുത്തവൻ കേറി വരുന്നു. ഹല്ലേലൂയ. ഇവൻ കേറി കഴിഞ്ഞാൽ എന്റെ രാജ്യം പൂട്ടിക്കെട്ടും. ഹല്ലേലൂയ. അതല്ലേ കാണുന്നത്, ലോകമെമ്പാടും കാണുന്നത് അതല്ലേ? പിശാചിന്റെ രാജ്യം കൊള്ളയടിക്കുന്ന ഒരു അധികാരം ദൈവമക്കളുടെ മേൽ ഇന്ന് രാത്രി വ്യാപരിക്കുന്നുണ്ട്.
Praise God. അതുകൊണ്ടാണ് യേശുവിനെ സ്വീകരിക്കാൻ ഹല്ലേലൂയ ഈ സാത്താനെത്തി തന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ച ഒരു വിഷയം. അത് പറഞ്ഞിട്ട് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് രണ്ടാമത്തെ ഭാഗത്തേക്ക് ഞാൻ ഇങ്ങ് വരാം. ഹല്ലേലൂയ ഒന്നാമത്തെ ഭാഗത്ത് ഹല്ലേലൂയ ഒന്നാമത്തെ ആദമിൽ ഹല്ലേലൂയ ലംഘനത്താൽ ശാപമിറങ്ങി. ക്രിസ്തുവിൽ തന്നെ ഇറങ്ങി. ഹല്ലേലൂയ. യേശുവിൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ, യേശുവിനെ ലോകത്തിന് പ്രഖ്യാപിച്ചപ്പോൾ, നിങ്ങൾ നോക്കിക്കേ, ഒന്നാമത്തെ ആദമിൽ നിന്ന് ആ തേജസ്സിന്റെ പുത്രത്വം ഹല്ലേലൂയ പ്രൈസ് അങ്ങ് എടുത്തു. പിന്നെ ഇറങ്ങി വന്നില്ല കേട്ടോ. അബ്രഹാമിന്റെ മേൽ ഇറങ്ങി വന്നില്ല കേട്ടോ. ഹല്ലേലൂയ പ്രൈസ് ഒരു പ്രവാചകന്റെ മേൽ ഇറങ്ങി വന്നില്ല. അഹരോന്യ പുരോഹിതന്മാരുടെ മേൽ ഇറങ്ങി വന്നില്ല. പഴയ നിയമത്തിന്റെ ആലയത്തിൽ ഇറങ്ങി വന്നില്ല. ഹല്ലേലൂയ ആയിരക്കണക്കിന് ആട്ടുകൊറ്റന്മാരെ ഒരു നദി പോലെ ഹല്ലേലൂയ യാഗമർപ്പിച്ചിട്ടും ഇത് ഇറങ്ങി വന്നില്ല. പിന്നെ ഇറങ്ങി വന്നത് ഹല്ലേലൂയ യേശു യോർദാനിൽ ഇറങ്ങി ഹല്ലേലൂയ മുങ്ങി കേറുമ്പോൾ ഹല്ലേലൂയ പ്രഖ്യാപിച്ചത്, ഇത് ഇറങ്ങി വന്നത് എന്നാണെന്നറിയാമോ? ഒരിക്കൽ ആ കന്യകയായ മറിയം മുമ്പോട്ട് കയറി വരുമ്പോൾ ഒരു ദൂതൻ വന്നിട്ട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ ഓത്രം നിനക്ക് വന്ദനം. ഇപ്പൊ കാര്യങ്ങളൊക്കെ തിരിഞ്ഞു വരുന്നുണ്ട്, കറക്റ്റ് ആണെന്ന്. ഹല്ലേലൂയ നമ്മൾ പറയണ്ട, ഹല്ലേലൂയ അതാണ് കറക്റ്റ് എന്ന്. ഇതുപോലെ പലതും ഇനി തിരുത്തി പറയും. അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. ഇനിയും ചിലതൊക്കെ തിരുത്തും. ഇന്ന് രാത്രി തിരുത്താനുള്ളവരെല്ലാം തിരുത്തിക്കോണോ. ഹല്ലേലൂയ. എവിടെങ്കിലുമൊക്കെ വൈലേഷം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കാലമന്ത്യത്തിലേക്ക് ഓടുക. ഇനി തിരുത്തപ്പെടേണ്ടത് തിരുത്തിക്കോണോ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അവളോട് പറയാണ്, ഹല്ലേലൂയ നിന്റെ ഉദരത്തിൽ ഹല്ലേലൂയ ഒരു ശിശു ജനിക്കും. ഹല്ലേലൂയ. ഇതെങ്ങനെ നടക്കുന്നു? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത് ദൈവപുത്രനാ. അങ്ങനെങ്കിൽ ഒന്നാമത്തെ ആദമിൽ നിന്നെടുത്ത പുത്രത്വം തിരിച്ചു വരുന്നത് ഹല്ലേലൂയ തിരിച്ചു വരുന്ന ക്രിയയാണ് ദൂതൻ വന്നിട്ട് ചെയ്യുന്നത്. അന്നെടുത്ത പുത്രത്വം അഹരോന്റെ മേൽ ഇറങ്ങാതെ, ഹല്ലേലൂയ അബ്രഹാമിന്റെ മേൽ ഇറങ്ങാതെ, ദാവീദിന്റെ മേൽ ഇറങ്ങാതെ, ദാനിയേലിന്റെ മേൽ ഇറങ്ങാതെ, പഴയ നിയമത്തിൽ ആരുടെയും മേൽ ഇറങ്ങാതെ ഹല്ലേലൂയ മറിയയുടെ ഉദരത്തിനകത്ത് ആ സാക്ഷാൽ പുത്രത്വം അത് തിരിച്ചിറങ്ങി വരികയാണ്. ഇന്ന് രാത്രി അതുകൊണ്ടല്ലയോ ജാതികൾ ഇവിടെ കിടന്ന് ഘോഷിക്കുന്നത്? മറിയയുടെ ഉദരത്തിൽ ആ പുത്രത്വം ഇറങ്ങി വന്നതിന്റെ ഹല്ലേലൂയ മഹത്വമാണ് നാം അനുഭവിക്കുന്നത്. Praise the Lord. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം. ഈ ജനിച്ച ദൈവപുത്രന്റെ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് യേശു കർത്താവ് തീരുമാനിച്ചു എങ്ങോട്ട് പോകണം. പ്രഖ്യാപനം കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകണം? ഹല്ലേലൂയ മരുഭൂമിയിലൊക്കെ പോയി ഒന്ന് കറങ്ങി, ഹല്ലേലൂയ ആത്മാവിലൊക്കെ ഒന്ന് ശക്തിപ്പെട്ട് നിറഞ്ഞു മരുഭൂമിയിലേക്ക് പോയി. ഹല്ലേലൂയ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ശക്തിപ്പെട്ട് തിരിച്ച് മരുഭൂമിയിൽ നിന്ന് എങ്ങോട്ടാ പോകേണ്ടത്? ബേഥേലിലേക്ക് പോകണോ? ഹല്ലേലൂയ ബേത്ലഹേമിലേക്ക് പോകണോ? നസറേത്തിലേക്ക് പോകണോ? വേണ്ട. ഹല്ലേലൂയ യേശു സെലക്ട് ചെയ്ത സ്ഥലം ഹല്ലേലൂയ ഗലീലിയാണ്. യേശു എന്തുകൊണ്ടാ ഗലീലി സെലക്ട് ചെയ്തത്? ഹല്ലേലൂയ ഒന്നാമത്തെ ആദം ഹല്ലേലൂയ നിന്നെ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം ശപിക്കപ്പെട്ടെങ്കിൽ ക്രിസ്തു ഗലീലി സെലക്ട് ചെയ്യാൻ ഒരു കാരണമുണ്ട്. അതെന്താണെന്നറിയാമോ? ദാവീദിന്റെ പഴയ നിയമകാലത്തിൽ ഗലീലി എന്നും ഇന്ന് കാബൂൾ എന്നും അറിയപ്പെടുന്ന പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു ശപിക്കപ്പെട്ട സ്ഥലം പോലെ അതേ ദാവീദ് എഴുതി തള്ളി, അതേ ശലോമോൻ എഴുതി തള്ളി. ജ്ഞാനം കൊണ്ടൊന്നും പ്രാപിക്കാൻ കഴിഞ്ഞില്ല. അവസാനം ആർക്കും വേണ്ടാതെ ഇത് ശരിയാകത്തില്ലെന്ന് പറഞ്ഞ്, ഇത് നന്നാകത്തില്ലെന്ന് പറഞ്ഞ്, ഗലീല ശാപഗ്രസ്തമായ സ്ഥലമാണെന്ന് പറഞ്ഞ് എല്ലാവരും മേലെടുത്തെഴുതി ഹല്ലേലൂയ തള്ളിക്കളഞ്ഞ സ്ഥലമാണ്. അതുകൊണ്ട് അതിനൊരു ചരിത്ര പശ്ചാത്തലം തെളിവിനായി ഒറ്റ ഭാഗം ഞാൻ പറയാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ ശലോമോനെ ഹല്ലേലൂയ ആലയം പണിക്ക് ഹെൽപ്പ് ചെയ്ത സോർ രാജാവായിരിക്കുന്ന ഹിരാമിന് ഗിഫ്റ്റ് കൊടുക്കാൻ
ഹല്ലേലൂയ. ഇത്രയും കാര്യം ചെയ്തല്ലേ, സരളമരം, ദേവദാരു, പൊന്ന് ഒക്കെ ആലയം പണിക്ക് കൊണ്ട് തന്നതല്ലേ. പുള്ളിക്ക് തിരിച്ചൊരു ഗിഫ്റ്റ് കൊടുക്കാൻ ശലോമോൻ സെലക്ട് ചെയ്ത സ്ഥലമാണ് ഗലീല ദേശത്തെ 20 പട്ടണങ്ങൾ. ഇതുകൊണ്ട് ഈ മനുഷ്യന് കൊടുത്ത് 20 പട്ടണങ്ങളുടെ പ്രമാണം ഈ മനുഷ്യന്റെ കയ്യിൽ കിട്ടിയപ്പോൾ പുള്ളി അങ്ങ് സന്തോഷിച്ചു, ആനന്ദിച്ച് സൈന്യസമേതം ഇത് കാണാൻ കയറി വരിക. ഒന്നാമത്തെ പട്ടണത്തിൽ കയറി ചിരിച്ചോണ്ടാ വന്നത്, പക്ഷെ ചിരി അങ്ങ് പോയി. രണ്ടാമത്തെ പട്ടണത്തിലേക്ക് കയറിയപ്പോൾ പുള്ളിക്ക് സങ്കടം വന്നു. മൂന്നാമത്തെ പട്ടണത്തിലേക്ക് കയറിയപ്പോൾ പുള്ളിക്ക് ദേഷ്യം വന്നു. ഹല്ലേലൂയ. 20 പ്രമാണങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത് അവന് ബോധിച്ചില്ലെന്ന. ഫ്രീ ആയിട്ട് കൊടുത്തതല്ലേ, ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് വേണ്ട, കൊണ്ടിയെന്ന് ശലോമോന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദാവീദിന് വേണ്ട, ശലോമോന് വേണ്ട, ആർക്കും വേണ്ട. എല്ലാവരും പറഞ്ഞു ഇത് ശപിക്കപ്പെട്ട സ്ഥലമാണ്, ഇത് നന്നാകത്തില്ല, ഇവൻ നന്നാകത്തില്ല, ഈ വീട് വിടുവിക്കപ്പെടത്തില്ല, ഈ നാട്ടിലൊരു വിടുതൽ വരില്ല, ഈ സഭ നന്മ പ്രാപിക്കില്ല എന്ന് എഴുതിയിട്ട ആ ഗലീലയിലേക്ക് എന്റെ യേശു ഇറങ്ങി വന്ന് അവന്റെ പാദം അതേ ഗലീലയെ ചവിട്ടി കഴിഞ്ഞപ്പോൾ ഗലീലയുടെ മേലുള്ള ശാപത്തിന്റെ കെട്ടുകൾ, ശാപത്തിന്റെ കെട്ടുകൾ, ഹല്ലേലൂയ, ഗലീലയുടെ മേലുള്ള ശാപത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞെങ്കിൽ ഇന്നു രാത്രി ഒന്നാമത്തെ ആദമിൽ ശാപം വ്യാപരിച്ചെങ്കിൽ ഒടുക്കത്തെ ആദമിൽ ഇന്നു രാത്രി വ്യാപരിക്കുന്നത് ഒരു വിടുതലാണ്. അത് നിന്റെ വീട്ടിലേക്ക് വ്യാപരിക്കട്ടെ. നീ ഇവിടെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ പ്രയോജനമില്ലെന്നും നീ എഴുതി തള്ളിക്കളഞ്ഞ നിന്റെ തലമുറയുടെ മേൽ, നിന്റെ വീട്ടിലെ ചില വിഷയങ്ങളിൽ, നിന്റെ ഭർത്താവിന്റെ മേൽ, ഭാര്യയുടെ മേൽ, ദൈവസഭയുടെ മേൽ ഇന്നു രാത്രി ഒടുക്കത്തെ ആദമിന്റെ ആ ശക്തി വ്യാപരിക്കട്ടെ. എത്ര പേരത് വിശ്വസിക്കും? ഹല്ലേലൂയ. ഒന്നാമത്തെ ആദമിൽ നഷ്ടപ്പെട്ടതാ, തകർന്നു പോയതാ, പേടിക്കണ്ട. ഇതാ ഒടുക്കത്തെ ആദത്തിന്റെ ശക്തി ഇന്നു രാത്രി ചില വിടുതലായി. ഹല്ലേലൂയ. നാളുകളായി നിരാശപ്പെട്ടിട്ട് ഒരു വിടുതലില്ലെന്ന് വിധി എഴുതി, ചിലത് എഴുതി തള്ളിയിട്ട് ഈ യോഗത്തിന് വന്നിരിക്കുമ്പോൾ തലമുറയോർത്ത് നൊമ്പരപ്പെട്ട് ഇവൻ ശരിയാകത്തില്ലെന്ന് നീയും പറഞ്ഞു, നാട്ടുകാരും പറഞ്ഞു, വീട്ടുകാരും പറഞ്ഞു. എന്നാൽ ഇന്നു രാത്രി ഒടുക്കത്തെ ആദമിന്റെ പവർ പറയുന്നു, ഇല്ല, ഒരു വിടുതലുണ്ട്. ഗലീലയെ വിടുവിച്ചവൻ, ഗലീലയെ രക്ഷിച്ചവൻ ഇന്നു രാത്രി ചില സഭകളിൽ ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. ചില വീടുകളിൽ അവന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. ഹല്ലേലൂയ. ആന്റി, നീ ഇവിടെ ഇരിക്കുമ്പം നിന്റെ തലമുറ ഭൂഖണ്ഡങ്ങൾക്ക് അപ്പുറത്താണെങ്കിൽ അവിടെ ഒടുക്കത്തെ ആദമിന്റെ സാന്നിധ്യം, എന്റെ യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. ഇന്ന് രാത്രി ചില വിടുതലുകൾ. ഹല്ലേലൂയ. ദൈവദാസനെ, ചില പ്രത്യേക സ്ഥലങ്ങളിൽ വിടുതലില്ലാതെ ശുശ്രൂഷിച്ചിട്ട് ഫലം കാണാതെ നീ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ 25 കൺവെൻഷനിൽ പറയുന്നു, നീ മാട്ടങ്ങ് ചെല്ലുമ്പോൾ ഒടുക്കത്തെ ആദമായ ആ ക്രിസ്തുവിന്റെ തേജസ് ഇന്ന് രാത്രി ആ വിടുതൽ വ്യാപരിക്കട്ടെ. അത് ചിലരുടെ അധരങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, അത് ചിലരുടെ ശരീരങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, ചിലരുടെ പാദത്തിലേക്ക് വ്യാപരിക്കട്ടെ, ചിലരുടെ പഞ്ചേന്ദ്രിയത്തിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കൽപ്പനാ ലംഘനത്താൽ ഹല്ലേലൂയ നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. പാപത്തിന്റെ പരിണിത ഫലമായി മരണം അവന്റെ മേൽ വാണു. മനുഷ്യന്റെ മേൽ മരണത്തിന്റെ വാഴ്ച. ഹല്ലേലൂയ. അതുകൊണ്ട് പറയുന്നു, ഒടുക്കത്തെ ആദം ജീവിപ്പിക്കുന്ന ആത്മാവായി. മരണം വ്യാപരിച്ചിടത്ത് ദാണ്ട വന്നു ജീവൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ചില മരണഭയം അഴിയുന്ന രാത്രിയായിരിക്കണം.
നമ്മുടെ സമൂഹത്തിന് ഇല്ലാഞ്ഞൊരു കാര്യം ഇതേ ഉള്ളായിരുന്നു, മരണഭയം നമുക്കില്ലായിരുന്നു. എന്നാൽ ഇന്ന് നല്ലൊരു ശതമാനത്തെയും ഹല്ലേലൂയ മരണഭയം ആക്രമിക്കുന്നുണ്ട്. 25 കൺവെൻഷനിൽ ഷാരോൺ ഫെലോഷിപ്പിലെ ദൈവമക്കളെ, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നമ്മുടെ ജീവിതത്തെയും വിട്ട് ആ മരണഭയം അഴിയണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും, ഹല്ലേലൂയ, പ്രൈസ് ദി പൗലോസ് പറയുക, ഈ ആയുസ്സിൽ മാത്രം, ഹല്ലേലൂയ 15:19, ഈ ആയുസ്സിൽ മാത്രം നീ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും, ഹല്ലേലൂയ, ഇവിടെ ജീവിക്കാനല്ലേ യേശുവിനെ കണ്ടത്, ഇവിടെ വീട് പണിയാനല്ലേ യേശുവിനെ കണ്ടത്, ഇവിടെ നന്മയുണ്ടാക്കാനല്ലേ യേശുവിനെ കണ്ടത്. യേശുവിനെ കണ്ടത് എന്തിനാന്ന് ചോദിച്ചാൽ, എന്റെ പെട്ടിക്കപ്പുറത്തൊരു ജീവിതമുണ്ട്. ഞാൻ പെട്ടി കൊണ്ട് തീരുന്നവനല്ല. ഹല്ലേലൂയ. പെട്ടിക്കപ്പുറത്തെ ജീവിതം തരാൻ ഒന്നര ആളില്ല, ഒരുവനേ ഉള്ളൂ. അതാ എന്റെ കർത്താവിന്റെ നിസ്തുല്യത, അതാ എന്റെ കർത്താവിന്റെ പ്രത്യേകത. Praise the Lord. Praise the Lord. സകല ഗുരുക്കന്മാരിൽ നിന്നും, ആചാര്യ പുരുഷന്മാരിൽ നിന്നും, മത നേതാക്കന്മാരിൽ നിന്നും, മതസ്ഥാപകരിൽ നിന്നും, സഭാ മേലധ്യക്ഷന്മാരിൽ നിന്നും, ഈ ലോകത്തിലെ സകലരിൽ നിന്നും എൻ്റെ യേശുവിനുള്ള പ്രത്യേകത, മരണത്തെ ജയിച്ച് മരണത്തിനപ്പുറത്ത് നിൽക്കുന്നത് ഇന്നു രാത്രി യേശു മാത്രം. ഇതിന് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഞങ്ങൾ പറയണ്ടെന്ന് വിചാരിച്ചാൽ ഇതിന് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഗ്ലോറി. മരണത്തിനപ്പുറത്തെ ജീവിതത്തിന്, ഹല്ലേലൂയ, ലൈവിലൂടെ രക്ഷിക്കപ്പെടാതെ എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നേ ഞങ്ങൾ പറയാതിരിക്കായിരുന്നു. ഹല്ലേലൂയ. നിത്യജീവന് ഒറ്റ വഴിയേ ഉള്ളൂ, ഒന്നര വഴിയില്ല. അത് യേശുവാണ്. നിങ്ങൾക്കറിയില്ലേ, ലോകത്തിൽ ജനിച്ച സകല യുഗപ്രതാപന്മാരുടെയും കല്ലറകളെന്ന് ജീർണതയുടെ കല്ലറയാണ്. ഹല്ലേലൂയ. സകല, ഹല്ലേലൂയ, മതമേലധ്യക്ഷന്മാരുടെ കല്ലറകളും സകല ആചാര്യ പുരുഷന്മാരുടെ കല്ലറകളും ഇന്ത്യയും ലോകവും കണ്ട സകല നിന്റെ കല്ലറകൾ ഇന്ന് ജീർണതയുടെ കല്ലറകളാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് ഒരു ജീർണതയുടെ കല്ലറയുടെ മുകളിൽ നിന്നല്ല. ഹല്ലേലൂയ. പലസ്തീനിൽ തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ട്. അവനിവിടെ ഇല്ല, അവനിവിടെ ഇല്ല. അവൻ ഉയർത്തെഴുന്നേറ്റു പോയി. ഇന്നത്തെ ഹല്ലേലൂയ, അങ്ങനെയെങ്കിൽ ആ കല്ലറ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, ജീർണതയില്ലാത്ത കല്ലറ വിളിച്ചു പറയുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു പോയി. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു സംഭവ കഥ തന്നെ കർത്താവ് ഇത് മനസ്സിലാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു സംഭവ കഥ, രണ്ടുപേരുടെ ചരിത്രം, ആദാമ്യ വംശത്തിൽപ്പെട്ട രണ്ടെണ്ണത്തിൻ്റെ ചരിത്രം. ഒരു പാർട്ടി മഹാധനവനായ ഒരു മനുഷ്യൻ, മറ്റൊന്നൊരു ദരിദ്രനായ മനുഷ്യൻ. ഹല്ലേലൂയ. നോക്കിക്കേ, സാധ്യതകൾക്ക് വ്യത്യാസമുണ്ട്. ലോകത്തിൽ നോക്കിക്കേ, അവൻ ആഗ്രഹിച്ചതെല്ലാം ഭക്ഷിച്ചു. ഈ മനുഷ്യൻ ആഗ്രഹിച്ച വാഹനമെല്ലാം ഉപയോഗിച്ചു, ആഗ്രഹിച്ച വീടുകളിലെല്ലാം പാർത്തു. അവൻ്റെ ആഗ്രഹം മുഴുവൻ സാധിച്ച് അതേ ഗംഭീരമായിട്ട് ഈ മനുഷ്യൻ ജീവിച്ചു.
Praise the Lord. എന്നാൽ അപ്പുറത്തൊരു മനുഷ്യൻ കിടക്കുന്നു. ആഗ്രഹമേ ഉള്ളായിരുന്നു. ആഗ്രഹിച്ചതെല്ലാം ഭക്ഷിക്കാൻ പറ്റിയില്ല. ആഗ്രഹിച്ച വാഹനമൊന്നും ഉപയോഗിച്ചില്ല. ആഗ്രഹിച്ച വസ്ത്രമൊന്നും ധരിച്ചില്ല. ആഗ്രഹിച്ചതുപോലെ ഒന്നും ജീവിക്കാൻ പറ്റിയില്ല. നമ്മൾ എന്നാ പറയും? ഹല്ലേലൂയ. സേവിക്കുന്നെങ്കിൽ ഇങ്ങനെ സേവിക്കണം. യഹോവയെ സേവിക്കുന്നതിന്റെ നന്മ കണ്ടില്ലേ? അവൻ അനുഭവിക്കുന്ന സൗഭാഗ്യം കണ്ടില്ലേ? ഭൂമി ജീവിക്കുന്നെങ്കിൽ ഇങ്ങനെ ജീവിക്കണം. അവനെ ഭാഗ്യവാനെന്ന് ഇന്നത്തെ സഭ ഒരുപക്ഷെ വിലയിടും. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഇവിടുത്തെ സാധ്യതകളുണ്ടല്ലോ, അവിടെ വരെയുള്ളൂ. എവിടാ? ഹല്ലേലൂയ. പെട്ടി വരെയുള്ളൂ. അവന്റെ ഭക്ഷണം പെട്ടി വരെയുള്ളൂ. അവന്റെ വണ്ടികൾ പെട്ടി വരെയുള്ളൂ. അവന്റെ വീട് പെട്ടി വരെയുള്ളൂ. നമ്മുടെ കയ്യിൽ നിന്നുള്ളതെല്ലാം പെട്ടി വരെയുള്ളൂ. പെട്ടിക്കപ്പുറത്ത് ഇതൊന്നുമില്ല. പെട്ടിക്കപ്പുറത്തൊറ്റ ആളേ ഉള്ളൂ. ആ റബസൈക്കമനാജന, അവൻ ആരാന്നറിയാമോ? നാസ്രേനായ യേശുവാണ്. ഹല്ലേലൂയ. ഇവിടെ പിടിപാട്. എനിക്ക് ഈ ആത്മീയ ലോകത്തോടൊരു ദൂത് പറയാനുണ്ട്. ഹല്ലേലൂയ. മുഴുവൻ ആത്മീയ ലോകത്തോടും ഈ മീഡിയയിലൂടെ ഒരു ദൂത് പറയാനുണ്ട്. എൻ്റെ സ്നേഹിതരെ, പെട്ടി വരെ ഉള്ളൂ കേട്ടോ. ഈ സ്ഥാനങ്ങളൊക്കെ പെട്ടി വരെ ഉള്ളൂ. ഹല്ലേലൂയ. മാനങ്ങളൊക്കെ പെട്ടി വരെ ഉള്ളൂ. പൊസിഷനൊക്കെ പെട്ടി വരെ ഉള്ളൂ. അതിനപ്പുറത്തൊരു ലൈഫ് ഉണ്ടെന്ന് ഓർത്തോണം. ഹല്ലേലൂയ. അവിടെ യേശുവേ ഉള്ളൂ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നോക്കിക്കേ, ഞാൻ പറയട്ടെ, 10,000 കോണ്ടാക്ട് ഇതിനകത്തുണ്ടെങ്കിലും പ്രൈസ് ദി ലോർഡ്, അങ്ങ് തിരുവല്ലായിൽ ഇറങ്ങുമ്പോൾ ഹെൽപ്പിന് വിളിച്ചാൽ ഓടിയെത്താൻ 50 പേരുടെ ബന്ധം ഈ തിരുവല്ലായിലുണ്ടെങ്കിലും, അല്ല ട്രിവാൻഡ്രത്തെത്തുമ്പോഴും 50 പേര് ഹെൽപ്പ് ചെയ്യാൻ വരുമെങ്കിലും, അല്ല അങ്ങ് ഡൽഹിയിലെത്തിയാലും നിന്റെ ഫോണിനകത്ത് നിനക്ക് ഹെൽപ്പിന് വിളിക്കാൻ 100 പേരുണ്ടെങ്കിൽ, അല്ല ദുബായിലെത്തുമ്പോഴും ഉണ്ടെങ്കിൽ, അല്ല ന്യൂയോർക്കിലെത്തിയാലും ഉണ്ടെങ്കിലും, എൻ്റെ മാന്യ മിത്രമേ, പെട്ടിക്കപ്പുറത്ത് വിളിക്കാൻ ഒരു നമ്പർ ഇതിനകത്തില്ല കേട്ടോ. ഗ്ലോറി, ഹല്ലേലൂയ. അവിടെ ഒറ്റ നമ്പരേ ഉള്ളൂ. ഇന്ന് രാത്രി അത് കണക്ട് ആയിക്കോണോ. ഹല്ലേലൂയ. എവിടെയെങ്കിലും പരാജയം വന്നിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും തോൽവി വന്നിട്ടുണ്ടെങ്കിൽ, ഈ ബന്ധത്തിന് വിഘ്നം വന്നിട്ടുണ്ടെങ്കിൽ, ഇത് ചെറിയ കാര്യമല്ല. ഇത് ചെറിയ കാര്യമല്ല കേട്ടോ. ഇത് ചെറിയ കാര്യമല്ല. ഗ്യാരണ്ടി ഇല്ല. അല്ലെങ്കിൽ അമ്മാമേ, ഗ്യാരണ്ടി ഇല്ല കേട്ടോ. വീട്ടിലെ വാഷിംഗ് മെഷീന് കമ്പനി അതിന്റെ മോട്ടറിന് 10 വർഷം, അതേ ഫ്രിഡ്ജിന്റെ മോട്ടറിന് 10 വർഷം, നിന്റെ കയ്യിൽ കിടക്കുന്ന വാച്ചിന് 10 വർഷം. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ, യോഗം തീർക്കുമെന്ന് ഗ്യാരണ്ടി ഇല്ല. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഈ നിമിഷം ചെയ്തോണം. ഗ്ലോറി എന്താ ഉറപ്പാക്കേണ്ടത്? ആ നിത്യത ഉറപ്പാക്കിക്കോണം. യേശു വന്നത് ആ നിത്യതയുടെ തേജസ് തരാന്. ഇന്ന് രാത്രി നിത്യത പിടിച്ചോണം. ഹല്ലേലൂയ. യേശുവിനെ കണക്ട് ചെയ്തോണം. ആ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ഇന്ന് രാത്രി തയ്യാറായിക്കോണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടിക്കപ്പുറത്ത് ഒരുവനേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് കണക്ട് ആകാനൊക്കെയല്ല. ഇപ്പൊ കണക്ട് ആയിക്കോ. വിടരുത്. എനിക്ക് മുമ്പിൽ ദൈവദാസൻ പറഞ്ഞു, ഈ സ്നേഹത്തിന്റെ പാശമിട്ട് കെട്ടിക്കോ. ഹല്ലേലൂയ. തേജസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്. ഹല്ലേലൂയ. തേജസ് എന്ന് പറയുന്നത് എന്താ? സ്വർഗം. ഗ്ലോറി, ഗ്ലോറി. എന്താ സ്വർഗം? ഹല്ലേലൂയ. ഞാൻ നിർത്തട്ടെ. ഹല്ലേലൂയ. എല്ലാ വാക്യങ്ങളോടാ സമയമില്ല, എങ്കിലും നിർത്തട്ടെ. എന്താ സ്വർഗം? ഹല്ലേലൂയ. അവിടുത്തെ സ്വർണ്ണ തെരുവീതി അല്ല സ്വർഗം. അവിടുത്തെ പളുങ്ക് കടൽ അല്ല സ്വർഗത്തെ സ്വർഗമാക്കുന്നത്. അവിടെ
അവിടുത്തെ ജീവവൃക്ഷമല്ല സ്വർഗത്തെ സ്വർഗമാക്കുന്നത്. അതാ എഴുതി വായിച്ചില്ലേ? അവിടെ സൂര്യനില്ല, അവിടെ ചന്ദ്രനില്ല, അവിടെ ആരാ പ്രകാശം എന്നറിയാമോ? എൻ്റെ പ്രാണപ്രിയനായ, എൻ്റെ പ്രാണരക്ഷകനായ, എനിക്ക് വേണ്ടി ചങ്കു തുറന്ന, ഇന്ന് രാത്രിയിലും എന്നെ മാർബോട് ചേർത്തണയ്ക്കുന്ന, ഈ രാത്രിയിലും എന്നെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ യേശുവാണ് സ്വർഗം. യേശു ഇല്ലെങ്കിൽ സ്വർഗമില്ല കേട്ടോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർണ്ണ തെരുവീതി അല്ല, അതിനകത്തെ യേശുവിന്റെ സാന്നിധ്യമാണ് സ്വർഗം. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, ഹല്ലേലൂയ, സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ക്രിസ്തു സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന വീട് സ്വർഗമാണ്. ഇന്നു രാത്രി ക്രിസ്തു സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന വീട് സ്വർഗമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നാ ശിക്ഷാവിധി? ശിക്ഷാവിധി തീരത്തെ. ഹല്ലേലൂയ. കെടാത്ത തീയും ചാകാത്ത പുഴുവുമല്ല. ദൈവവചനം പറഞ്ഞു അവന്റെ സന്നിധാനത്തോടുള്ള ബന്ധത്തിൽ, ഹല്ലേലൂയ, അവന്റെ സന്നിധാനം വിട്ടകന്ന് നിത്യ ശിക്ഷാവിധി. ഇനിയും യേശുവിനെ കിട്ടത്തില്ലെന്നുള്ളത് നരകമെന്ന് പറയുന്നത്. ഇനിയും യേശുവിന്റെ സാന്നിധ്യം കിട്ടത്തില്ലെന്നുള്ളതാ നരകം. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ ഇരുന്നോണ്ട് പറ, എന്റെ തേജസായ കർത്താവേ, പിടിക്ക്. കർത്താവിനെ അങ്ങോട്ട് പിടിച്ചു നിർത്തുകൂടെ. അവനെ സ്നേഹിക്കു ദൈവ പൈതലേ. ഇവിടെ നീ ആ തേജസ് അനുഭവിക്ക്, ഇവിടെ നീ ആ കൃപ അനുഭവിക്ക്. ഇവിടെ അനുഭവിക്കാതെ എങ്ങനെ അവിടെ പോയി അനുഭവിക്കുന്നേ? ഗ്ലോറി. ഹല്ലേലൂയ. അതുകൊണ്ട് വെളിപ്പാട് 21 പറയുന്നത്, ഹല്ലേലൂയ, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ താൻ സ്വന്തം കൈകൊണ്ട് അവരുടെ കണ്ണുനീരല്ല അതെ തുടച്ചു കളയും. ഇനിയും ദുഃഖമില്ല, ഇനിയും മുറവിളിയില്ല. അമ്മാമേ, മുറവിളി തീരുക കേട്ടോ. നീ കുറെ കാലം കൊണ്ട് മുറവിളിക്കുകയല്ലേ, നീ വേദനിക്കുകയല്ലേ. ഇന്ന് രാത്രി ആത്മാവൻ നിന്നോട് പറയുന്നു, നിന്റെ വേദന തീരുക. ഹല്ലേലൂയ. നിന്റെ സങ്കടം തീരുക. ഹല്ലേലൂയ. തമ്പുരാൻ നിന്റെ കൂടെ ഇറങ്ങുകയാ. ഇന്ന് രാത്രി ആ താല്പര്യം അങ്ങോട്ട് വെളിപ്പെടട്ടെ. ആ കൃപ ഇതിനകത്ത് അങ്ങോട്ട് വ്യാപരിക്കട്ടെ. ആ സാന്നിധ്യം ചിലർ റിസീവ് ചെയ്യട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും കണ്ടു. ഹല്ലേലൂയ. ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ളൊരു മണവാട്ടിയെ പോലെ ആ പുത്തൻ യെരൂശലേം ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവ പൈതലേ, യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ, ഇത് പോരാ എന്ന് ചിന്തിക്കുന്നവർ, ഗ്ലോറി, ഇന്ന് രാത്രി യേശുവിന്റെ മഹത്വം ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നവർ, ഹല്ലേലൂയ, നമ്മുടെ കഷ്ടതയൊക്കെ ഇവിടെ തീരാൻ പോകുക. ഇനി അധികം കാലം പിടിച്ചു നിൽക്കേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. ഇവിടെ ചിലതൊക്കെ ചെയ്യാനേ ചിലർക്ക് കഴിയൂ, എന്നാൽ നിന്റെ നിത്യതയെ തടയാൻ, ഹല്ലേലൂയ, മരണത്തിനപ്പുറത്തൊരു ജീവിതം എനിക്കും നിങ്ങൾക്കുമുണ്ട് ദൈവ പൈതലേ. ഹല്ലേലൂയ. അഭിഷക്തന്മാരെ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഇവിടുത്തെ ഭക്ഷ്യ വകുപ്പ്, ഇവിടുത്തെ ഭക്ഷ്യകാര്യം ചെയ്യാനുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ കാര്യം ചെയ്യാനുണ്ട്. അത് കേരളത്തിനുമുണ്ട്, കേന്ദ്രത്തിനുമുണ്ട്. നമ്മുടെ ബാക്കി കാര്യമൊക്കെ ചെയ്യാൻ ഗവൺമെന്റ് ഉണ്ട്. എന്നാൽ ഒരുവനെ മരണത്തിനപ്പുറത്തേക്ക് നിത്യതയിൽ കയറ്റാൻ അവർക്കാർക്കും കഴിയുകയില്ല. അത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ജീവന്റെ ദാതാക്കളാണ്, നിത്യജീവൻ പകരാനുള്ളവരാണ്. അതുകൊണ്ടാ പറയുന്നത്, നീ അതേ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ഇന്ന് രാത്രി ചിലതിന്റെ നിത്യജീവൻ തുറക്കാനുള്ള താക്കോൽ കയ്യിലുള്ള അഭിഷക്തന്മാര്, ഈ സുവിശേഷം ഒരു പവറാണ്, അതൊരു താക്കോലാണ്. ചിലതിന്റെ ജീവൻ തുറക്കാൻ, ചിലതിന്റെ മരണം അഴിക്കാൻ, ചിലതിനെ നിത്യജീവനിൽ കയറ്റാൻ.
ഹല്ലേലൂയ. ഉപയോഗിക്കാ പവർ. ആ പവർ അങ്ങോട്ടെടുത്ത് ഉപയോഗിക്കേ. ആ സാന്നിധ്യം ചിലരുടെ മേൽ ഇറങ്ങി വരട്ടെ. ഇന്ന് രാത്രി ആ പവറുമായി അഭിഷക്തന്മാരെ ദൈവം മടക്കി അയക്കട്ടെ. ഹല്ലേലൂയ. ചില വീടുകളിൽ ഹല്ലേലൂയ വ്യാപരിക്കുന്ന ശാപത്തിന്റെ കെട്ടഴിക്കാൻ, മരണത്തിന്റെ കെട്ടഴിക്കാൻ ഇന്ന് രാത്രി ചിലരുടെ കയ്യിൽ ആ അധികാരം കൈമാറുന്നു. ആത്മാവനോട് വ്യക്തമായി പറയുന്നു, ഇന്ന് രാത്രി ഇതിനകത്ത് ചിലതിന് പരിശുദ്ധാത്മാവ് അതെ തൊടുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി ചിലതിനെ അതെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്ന രാത്രിയാണ്. എല്ലാ കണ്ണുകളും അടച്ചോ, എല്ലാ കണ്ണുകളും അടച്ചോ. എന്റെ വിഷയം പൂർത്തീകരിക്കുന്നതല്ല കാര്യം. ഇന്ന് രാത്രി ആത്മാവ് ആരെങ്കിലും ഒക്കെ തൊടുമെങ്കിൽ തൊടട്ടെ. ചിലരുടെ നാവിനെ തൊടട്ടെ, ചിലരുടെ മേൽ ഈ അധികാരം കൈമാറട്ടെ. ഹല്ലേലൂയ. മരണമഴിക്കുന്ന നിത്യതയുടെ കവാടം തുറക്കുന്ന ഒരാത്മ പകർച്ച ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കട്ടെ, ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ചില അഭിഷക്തന്മാരുടെ മേൽ ചില അധികാരത്തിന്റെ പവർ ഇന്നലെ വരെ നീ ക്ഷീണിച്ച ചില മണ്ഡലത്തിൽ, ഇന്നലെ വരെ മിനിസ്ട്രി ചെയ്തിട്ട് ഫലമില്ലാത്ത ചില മണ്ഡലത്തിൽ ഇന്ന് രാത്രി ആത്മാവ് ആ നിത്യജീവന്റെ പവർ നിന്റെ ആധാരത്തിന്മേൽ, നിന്റെ ശരീരത്തിന്മേൽ കടത്തിവിട്ട് ഈ കൺവെൻഷൻ കഴിഞ്ഞ് അവിടെ ഹല്ലേലൂയ നിന്റെ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ ചിലത് വിടുവിക്കപ്പെടുന്നത് നിന്റെ കണ്ണാൽ കാണത്തക്കവണ്ണം ഇന്ന് രാത്രി അധികാരത്തിന്റെ കൈമാറ്റം ഇതിനകത്ത് വ്യാപരി. ഒരു ഓർഡിനറി പ്രാർത്ഥനയല്ല, ഇന്ന് രാത്രി ഒരു വിടുതലിന്റെ പ്രാർത്ഥന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ ഫാസ്റ്ററേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കിങ്ങനെ പോയാൽ പോരാ. ഹല്ലേലൂയ. എനിക്കൊരു നിത്യജീവന്റെ ഉറപ്പ് വേണം. എനിക്ക് കർത്താവിനോടൊന്ന് ചേർന്ന് നിൽക്കണം. എൻ്റെ പ്രാർത്ഥന മുറിയായ എഫക്റ്റ് വെളിപ്പെടുന്ന മുറിയാകണം. എൻ്റെ അധരത്തിന്മേൽ ആ ബലം വരണം. ഹല്ലേലൂയ. എൻ്റെ ഫീൽഡിൽ എനിക്കത് സംഭവിക്കണം. ഹല്ലേലൂയ. ഞാനിങ്ങനെ കയറിയിറങ്ങുക, ഒരു ചലനവുമില്ല. ഹല്ലേലൂയ. വർഷങ്ങളായി. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ആ അധികാരത്തിന്റെ കൈമാറ്റം, ആ ഡെലിവറൻസിന്റെ ശക്തി എൻ്റെ മേലൊന്ന് വ്യാപരിക്കണം. ഹല്ലേലൂയ. എന്ന് ആഗ്രഹിക്കുന്നവർ, ഇന്ന് രാത്രി കർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവർ, പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുന്നവർ ദയവായി സ്വർഗം ഒന്ന് കാണട്ടെ. നിങ്ങളുടെ കരമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഈ കരങ്ങളെ കർത്താവ് ഇന്ന് രാത്രി പിടിക്കട്ടെ, പിടിക്കട്ടെ, പിടിക്കട്ടെ. ഈ കരങ്ങളിലൂടെ ചില പാരമ്പര്യത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞിട്ട്, ചില നാമധേയ മണ്ഡലങ്ങൾ അഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിന്റെ പവർ ഈ കരങ്ങളിലൂടെ വ്യാപരിക്കട്ടെ. അത് മാറ്റത്തിന്റെ ദിവസങ്ങളാകട്ടെ, അത് ഫീൽഡിൽ മാറ്റത്തിന്റെ ദിവസങ്ങളാകട്ടെ, അത് വീടുകളിൽ മാറ്റത്തിന്റെ ദിവസങ്ങളാകട്ടെ, അത് നമ്മുടെ തേജസ്സായ കർത്താവിന്റെ അതേ വെളിപ്പാടിന്റെ നിമിഷങ്ങളാകട്ടെ. ദൈവസന്നിധി റിസീവ് സ്വർഗീയ പിതാവേ, കരമുയർത്തപ്പെട്ടതിന്റെ ജനത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ മഹത്വം, ആ നിത്യജീവന്റെ ശക്തി ഇവിടെ കുരുക്കിയിടുന്ന ആശപാശമാകുന്ന ലോകത്തിന്റെ ചില കുറ്റികൾ നാസറേന്റെ നാമത്തിൽ ഇന്ന് രാത്രി അറുത്തു കളഞ്ഞിട്ട് ആ നിത്യതയുടെ വെളിച്ചവും പ്രകാശവും ശക്തിയും അവിടുത്തെ അഭിഷക്തന്മാരായ ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അത് കൽപ്പിക്കുകയോ. ദൈവമഹത്വം വ്യാപരിക്കട്ടെ.